നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി പുളിശ്ശേരിയാണ്. തക്കാളി, തേങ്ങ, തൈര്, മുളക് പൊടി, പിന്നെ ജീരകം, കടു, പച്ചമുളക്. ഇപ്പോൾ നമ്മൾ പച്ചമുളക് അരിയാണ്. തക്കാളി 4 കഷ്ണമായിട്ട് മുറിച്ച് വെക്കുക. പിന്നെ തക്കാളി 4 പുളപ്പായിട്ട് 4 പുളപ്പായി തക്കാളി. ജീരകം, അരവിന് തേങ്ങ അരക്കുമ്പോൾ ജീരകമാണ്, കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് അരക്കുക. നമ്മൾ അടുപ്പത്ത് ചെമ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ പാകം ചെയ്യുന്നത്, എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്നത്. നമ്മൾ തക്കാളി ഇട്ട് തക്കാളി പിന്നെ നമ്മളുണ്ട് പച്ചമുളക് നമുക്ക് ഇടേണ്ടത്. പച്ചമുളക് അതിലിട്ട് ശരിക്കും ഒന്ന് വാടി വരാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചേർക്കുന്ന കുറച്ച് മുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. മുളക് പൊടി ഇപ്പോൾ ചേർക്കണം. കുറച്ച് മുളക് പൊടി ചേർത്ത് അതിൻ്റെ ശരിക്കൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. കുറച്ച് മുളക് പൊടി, സ്വല്പം മുളക് പൊടിയാണ്, അധികം കൂടുതൽ വേണ്ട. എരിവ് നമ്മൾ പുളിശ്ശേരിയല്ലേ, അപ്പോൾ എരിവ് ജാസ്തിയായിപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി കളറിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇടുന്നത് കുറച്ച്. അപ്പോൾ അതിനുണ്ട് തക്കാളീൻ്റെ ഇതൊരു മാറ്റം വരാനുണ്ട്. ഒരു പുളിപ്പ് ഓവറായി പോകും ചേർത്ത് കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിപ്പിച്ചിക്കണം. അത് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിപ്പിക്കുകയാണ്. തക്കാളി ശരിക്കും വെന്ത് വരണം. തക്കാളി വെന്താലാണ് നമുക്ക് ബാക്കി സാധനം ചേർക്കേണ്ടത്. തക്കാളി വെന്ത് വരുന്നുണ്ട്, വാടി വരുന്നുണ്ട്. തക്കാളി ആയിട്ട് പെട്ടെന്ന് വെന്ത് വരും, അതിനെക്കൊണ്ട് താമസമല്ല. നമ്മൾ വീഡിയോ എല്ലാം കാണുന്ന കൂട്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് പറയണം. നിങ്ങൾ നാട്ടിലുള്ള ഒരു ഇതിനെന്താ പേരുള്ളത്? നമ്മുടെ നാട്ടിൽ തക്കാളി പുളിശ്ശേരി എന്നാണ്, നിങ്ങളവിടെ എന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കണം. ഇപ്പോൾ തേങ്ങ അരച്ച അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് അരപ്പ് നല്ല ഒന്ന് വേവണം. അരപ്പ് വെന്താൽ നമുക്ക് തൈര് ചേർക്കാൻ പാടുള്ളൂ. തൈര് ചേർത്താൽ കൂടുതൽ വെക്കാൻ പാടില്ല, തൈര് പെട്ടെന്ന് പിരിഞ്ഞ് പോകുന്നുണ്ട്. തൈര് ചേർത്താൽ ഒരു ചൂടാകുമ്പോൾ തന്നെ തീ ഓഫാക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞ് പോകും. അതായത് നമ്മൾ തൈര് ലാസ്റ്റ് തൈര് ഒഴിക്കാൻ നിൽക്കുന്നത്. അരപ്പ് വന്നതിന് ശേഷം തൈര് ഒഴിക്കുള്ളൂ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം വെക്കാൻ പാടില്ല, പെട്ടെന്ന് തൈര് പിരിഞ്ഞ് പോകും, അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ തൈര് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം വേഗം നമുക്ക് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്താൽ നമുക്കതിന് തക്കാളി പുളിശ്ശേരിൻ്റെ എല്ലാം റെഡിയായി. ഒരു മിനിറ്റിനുള്ളിൽ, ഒരു 1.5 മിനിറ്റിനുള്ളിൽ അത് വേഗം ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിന് വറവ് ചെയ്യേണ്ടത്. ഫ്രൈ പാനിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടു ഇട്ട് കടുക് പൊട്ടി വന്നാലും നമുക്ക് ബാക്കി ചേർക്കേണ്ടത്. ആ എണ്ണ ചൂടായി കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മൾ കായ്മുളകും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി പുളിശ്ശേരിയിലേക്ക് ചേർക്കുന്നത്. തക്കാളി പുളിശ്ശേരിയിലേക്ക് ചേർത്ത് നമ്മൾ തക്കാളി പുളിശ്ശേരി നമ്മൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാക്സിമം കിട്ടുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് തക്കാളി പുളിശ്ശേരി. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം, പിന്നെ കമൻറ്റ് അയക്കണം, ഷെയർ ചെയ്യണം. നമ്മൾ തക്കാളി പുളിശ്ശേരി റെഡിയായി.